കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല അടിമുടി ഒരു ജാതി കോളനിയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയാൻ കാരണമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു ജാതി കോളനിയാണെന്ന് പറയാനും കാരണമുണ്ട്. കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ മേഖല, ഇതൊക്കെ തന്നെ അടിമുടി സമ്പൂർണമായ സവർണ സമ്പന്ന വിഭാഗങ്ങൾക്കായിട്ട് അവരുടെ ഒരു കുത്തകയായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിലനിൽക്കുന്നത്. കേരളത്തിൽ മാറി മാറി ഭരിച്ചവർക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ജനാധിപത്യവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം. ഈ കേരളത്തിലെ എയ്ഡഡ് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയുണ്ട്. അവിടെ അധ്യാപകരാരാണ്? ആ അധ്യാപകരാരൊക്കെയാണെന്ന് പരിശോധിച്ചാൽ കേരളത്തിലെ ദളിതരെയും ആദിവാസികളെയും അതിപിന്നോക്ക വിഭാഗത്തിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും സമ്പൂർണ്ണമായി പുറത്ത് നിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിലനിൽക്കുന്നത്. അതിൻ്റെ കൂടി ഇരയാണ് യഥാർത്ഥത്തിൽ നിതിൻ രാജ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു ജാതി കോളനിയായി നിലനിൽക്കുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ നിതിൻ രാജിൻ്റെ കൊലപാതകം നടന്നിട്ടുള്ളത്. അതൊരു സ്ഥാപന ഹിംസയാണെന്നുള്ളതാണ് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം. ഈ സംഭവം നടന്നിട്ട് 5 ദിവസമായി. ഈ സംഭവം നടന്നിട്ട് 5 ദിവസമായിട്ടും പോലീസിന് ഡോക്ടർ റാമിനെയും ഡോക്ടർ സംഗീത നമ്പ്യാരെയും കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസിന് ജാതീയമായ മുൻവിധികൾ ഉണ്ടെന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. നോക്കൂ, തിരുവനന്തപുരത്ത് ബിന്ദു എന്ന് പറയുന്നൊരു ദളിത് സ്ത്രീ, അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഒരു കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ പോലീസുകാർ വിളിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ രാത്രി മുഴുവൻ ഇരുത്തിയെന്ന് മാത്രമല്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞവരാണ് കേരള പോലീസ്. അതേ സമയത്ത് തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പ്രതിയായ പോറ്റി വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ ആ പോറ്റിക്ക് വേണ്ടി സംഭാരം മേടിക്കാൻ ഓടി നടന്നവരാണ് കേരളത്തിലുള്ള അധികാരികൾ. നമ്മൾ മറന്നു പോകരുത്. വിനായകൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, അയാൾ കണ്ടാൽ തന്നെ പ്രതിയാണെന്ന് കരുതിക്കൊണ്ടാണ് അയാളെ പിടിച്ചുകൊണ്ടുപോയി അയാളുടെ കൊലപാതകത്തിലേക്ക് പോലീസ് അധികാരികൾ തള്ളിയിട്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ പോലീസിന് ജാതീയമായ മുൻവിധികളുണ്ട്. അതുകൊണ്ടാണ് ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീയെ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് തടവിൽ പാർപ്പിക്കുന്നു. അതേ സമയത്ത് തന്നെ ഡോക്ടർ റാമിനെയും സംഗീത നമ്പ്യാരെയും കണ്ട ഭാവമില്ല. അവരെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ പോലീസിന് ജാതീയമായ മുൻവിധികൾ ഉണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം. ഈ ജാതീയമായ മുൻവിധികളുടെ പ്രശ്നം എന്താണ്? അത് കേരളത്തിലെ ദളിതരും ആദിവാസികളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഹിംസയ്ക്ക് വിധേയരാകേണ്ടവരാണ് എന്ന് പറയുന്ന മനുസ്മൃതിയുടെ യുക്തിയാണ് കേരളത്തിലെ പോലീസിനെ നയിക്കുന്നത്.